ഇങ്ങോട്ട് കണ്ടോ കണ്ടോ കണ്ടോ? ഈ കിടക്കുന്നത് മുഴുവൻ പൊട്ടാളതാ. അതെ അതെ അതെ, ഇറക്കി വയ്ക്കാനുള്ളതാണ്. ആ കിടക്കുന്ന പൊട്ടാനുള്ളതാണ്. ആ ദൃശ്യങ്ങളാണ് ഞാൻ തരുന്നത്. കാണുന്നുണ്ട്. ആ ദൃശ്യങ്ങളാണ് ഞാൻ തരുന്നത്. ഈ ഈ ഈ ഈ ഈ ഈ ഈ നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതായിരിക്കുന്നു. അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് വീണ്ടും. എല്ലാവരും ഈ വരുന്ന 26-നാണല്ലോ അല്ലേ തൃശ്ശൂർ പൂരം. 26-ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. തൃശ്ശൂർ പൂരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്, വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ളൊരു ഇൻസിഡൻ്റാണ്. വളരെ ദൗർഭാഗ്യകരം എന്നേ പറയാനുള്ളൂ. എത്ര ആയിട്ടും നമ്മൾ പഠിക്കുന്നില്ലല്ലോ എന്നിങ്ങനെ തോന്നിപ്പോവുകയാണ്. ഞാൻ ഈ ഒരു വിഷയം ചെറിയ കുട്ടിയാകുമ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു അപകടം ഉണ്ടായി കേട്ടിട്ടുണ്ട്. പിന്നെ എല്ലാവരുടെയും മനസ്സിൽ നിൽക്കുന്നത് പുറ്റിങ്ങൽ ദുരന്തമാണ് അല്ലേ. അപ്പോൾ അന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞിരുന്നു ഒരുപാട് നിയന്ത്രണങ്ങൾ കൊണ്ടുവരണം, ഒരുപാട് സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കണം എന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞിരുന്നു. ഇന്ന് തൃശ്ശൂർ തലപ്പള്ളി താലൂക്കിൽ മുണ്ടത്തിക്കോട് എന്നൊരു സ്ഥലത്ത് തിരുവമ്പാടിക്ക് വേണ്ടിയിട്ട് വെടിക്കെട്ടൊരുക്കുന്ന ഒരു പടക്ക നിർമ്മാണശാലയ്ക്ക് തീപിടിച്ചു. 13 പേരുടെ ദാരുണ അന്ത്യമാണ് ഇന്നുണ്ടായിട്ടുള്ളത്. 13 പേര് ബോഡികൾ ചിന്നിച്ചതറിയിട്ടുള്ള സിറ്റുവേഷനിലാണ്. 40ഓളം പേര് ചികിത്സയിലാണ്. 6-7 പേര് അതീവ ഗുരുതരമായിട്ട് നില തുടരുന്നു. വെൻറ്റിലേറ്ററിൽ ഉള്ള ആൾക്കാരുണ്ട്. അപ്പോൾ എന്താ പറയുക, നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കുന്ന ന്യൂസ് നമുക്ക് വരില്ല എന്തായാലും. പക്ഷെ എന്നാലും ഓരോ ദിവസത്തെ നമ്മൾ ന്യൂസ് കേൾക്കുന്ന സമയത്ത് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുമായിരുന്നില്ലേ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാനൊരു ഹിന്ദുമത വിശ്വാസിയാണ്. അമ്പലങ്ങളിൽ പൂരങ്ങൾക്കൊക്കെ പോകാറുണ്ട്. ഒരു വർഷം ഞാൻ തൃശ്ശൂരുണ്ടായിരുന്നു, PC തോമസിൻ്റെ അവിടെ ഉണ്ടായിരുന്നു ഒരു വർഷം. അപ്പോൾ ആ സമയത്ത് ഒരു പ്രാവശ്യം ഞാൻ തൃശ്ശൂർ പൂരത്തിന് പോയതാണ്. കാണാനൊക്കെ ഇഷ്ടമാണ്. ഈയിടെയായിട്ട് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ഈയിടെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സീനാണ് ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ പ്രത്യേകിച്ച് ആ ഒരു മ്യൂസിക്കും കൂടി ഫേമസ് ആയിട്ടുള്ള കാവശ്ശേരി, അതായത് നെന്മാറ വേലയൊക്കെ നടക്കുന്ന കാവശ്ശേരി പൂരത്തിൻ്റെ വെടിക്കെട്ടിൻ്റെ ഒരു വീഡിയോ, ഡ്രോൺ ഷോട്ട് ഭയങ്കര വൈറലായിരുന്നു. ഇന്ന് അതേ ഒരു സിറ്റുവേഷനിൽ ഒരു ഡിഫറെൻറ്റ് ടോണിൽ ഇന്ന് ഇതേപോലെ പൊട്ടുന്ന വിഷ്വൽസും നിങ്ങൾ നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. പക്ഷേ ഇതൊരു വെടിക്കെട്ട് നടന്നത് ആൾക്കാർ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ട് റീലാക്കി എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണെന്നുണ്ടെങ്കിൽ മറ്റത് നടന്നൊരു അപകടമാണ്. രാവിലത്തെ ഞാൻ ന്യൂസ് വെച്ച സമയത്ത് ഈ പടക്ക നിർമ്മാണശാലയിൽ ഒരു ചേട്ടൻ്റെ പാട്ടൊക്കെ കേട്ടിരുന്നു. എന്നതൊക്കെ പ്ലേ ചെയ്യാം. ഒരു ചേട്ടൻ്റെ പാട്ട് കേട്ടിരുന്നു. ഒരുപാട് അമ്മമാർ ആ സമയത്ത് തന്നെ പറഞ്ഞു ഒരു ഗ്ലൗസ് പോലും ഉപയോഗിക്കാതെ സുരക്ഷാ മാനദണ്ഡങ്ങളൊന്നും ഇല്ലാതെ എത്ര വർഷങ്ങളായിട്ട് ഇവർ ഇവിടെ ജോലി ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു ന്യൂസ് നമ്മളിന്ന് സംസാരിക്കേണ്ടി വരും എന്നുള്ളത് തീരെ ആരും പ്രതീക്ഷിച്ച് കാണില്ല. ഞാൻ ഈ വിഷയം പറയുമ്പോൾ ചില കാര്യങ്ങൾ പറയാതെ വയ്യ. നോക്കൂ, ഇതുപോലുള്ള എന്ത് പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്തും അവിടേക്ക് ആദ്യം ഓടിയെത്തുന്ന വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ് മാധ്യമപ്രവർത്തകർ അല്ലേ. ഞാൻ ആദ്യം ഒരു ക്ലിപ്പ് പ്ലേ ചെയ്യാനുള്ള റീസൺ എന്താണെന്നറിയോ? ഇന്ന് ഏഷ്യാനെറ്റിൽ കണ്ടിട്ടുള്ള ഒരു ന്യൂസ് റിപ്പോർട്ടിംഗ് ആണ്. ഒരുപാട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണ് ന്യൂസ് റിപ്പോർട്ടേഴ്സ്. എനിക്കറിയാം, അല്ല ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ന്യൂസ് റിപ്പോർട്ടേഴ്സായിട്ട്. ക്യാമറമാനായിട്ട് അവരുണ്ട്, ആൾക്കാരുണ്ട്, ജേർണലിസ്റ്റുകളുണ്ട്. ഈ സ്റ്റുഡിയോയിലിരുന്ന് സംസാരിക്കുന്ന AC റൂമിൽ സ്റ്റുഡിയോയിലിരുന്ന് സംസാരിക്കുന്ന പോലെയല്ല ഒരിക്കലും ഗ്രൗണ്ടിലിറങ്ങി റിപ്പോർട്ട് ചെയ്യുന്നത്. ഞാനൊക്കെ ഈ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ഈ ഫീൽഡിലുള്ള ആൾക്കാർ എന്നോട് പറയും, നിനക്ക് വീഡിയോ ഞങ്ങൾക്ക് എടുത്തുകൊണ്ടിരുന്ന ക്ലിപ്പ് എടുത്തിട്ട് ഇങ്ങനെ ചർച്ച ചെയ്ത് സംസാരിച്ചാൽ മതി. ഇത് അവിടെ ഗ്രൗണ്ടിലിറങ്ങിയിട്ട് ഒരു ക്ലിപ്പിനും വേണ്ടിയിട്ട് 10 സെക്കൻഡിൻ്റെ ക്ലിപ്പിന് വേണ്ടിയിട്ട് ചിലപ്പോൾ പക്ഷേ 10 ദിവസമൊക്കെ ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുന്നുണ്ട്. അപ്പോൾ നിനക്കത് മനസ്സിലാവില്ല എന്ന് പറയുന്നു. ഞാൻ അതുപോലെ തന്നെ അവരെ റെസ്പെക്റ്റ് ചെയ്യുന്നു, മാധ്യമപ്രവർത്തകരെ റെസ്പെക്റ്റ് ചെയ്യുന്നു. ഞാൻ ഈ ഒരു വിഷയം ആദ്യം കാണിച്ചിട്ടുള്ള ആ ഒരു വിഷ്വലിൽ സംസാരിച്ചിട്ടുള്ള വ്യക്തിയുടെ പേര് ഞാൻ മറന്നു. പുള്ളിയും നമ്മളെപ്പോഴും കേൾക്കുന്ന പേരാണ്. ഞാൻ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ സംസാരിക്കുന്നു. ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് നിങ്ങളൊക്കെ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ചില സിറ്റുവേഷനിൽ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. നിങ്ങൾക്ക് എക്സ്ക്ലൂസീവ് രംഗങ്ങൾ കിട്ടാനും അത് നമ്മളിലേക്ക് എത്തിക്കാനും ഒരുപാട് നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ട്, ഉറക്കം ഒന്നുമില്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. ഒരു പക്ഷേ ഞാനിപ്പോൾ ഈ AC റൂമിൽ ഈ ഒരു ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് സംസാരിക്കുന്ന സമയത്തും ഞാൻ ഈ ക്രിട്ടിസൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ എൻ്റെ എതിരഭിപ്രായം രേഖപ്പെടുത്തുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരുപാട് പേരുടെ തെറി കേട്ടിട്ടുള്ള വ്യക്തി ഇന്നിപ്പോൾ ആ ഒരു അപകട സ്ഥലത്ത് ഓടി നടന്നിട്ട് ന്യൂസ് റിപ്പോർട്ട് ചെയ്യാതിരിക്കാം. പക്ഷെ അങ്ങനെ ചെയ്യുന്ന സമയത്തും നമ്മൾ കണ്ടിട്ടുണ്ട് പല സിറ്റുവേഷൻസിലും പല മാധ്യമപ്രവർത്തകർ സഹോദരങ്ങൾ നിലമറന്ന് പെരുമാറുന്ന സിറ്റുവേഷൻ. അവസരത്തിന്
യോജിച്ചതല്ലാത്ത രീതിയിൽ പെരുമാറുന്നത്. ഇതിപ്പോൾ അവിടെ ഒരു അപകടം നടക്കുമ്പോൾ അവർക്ക് അവരുടെ ജോലിയാണ്, റിപ്പോർട്ട് ചെയ്യണം. ദ വേ ഹീ ഈസ് പ്രസൻറ്റിങ് ന്യൂസ്, അയാൾ പ്രസൻറ്റ് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻ നോക്കുന്ന സമയത്ത്, അതായത് ന്യൂസിനും വേണ്ടിയിട്ട് ഭയങ്കര ആർത്തിയോട് കൂടിയിട്ട് ഈ വിഷ്വൽസ് ക്യാപ്ചർ ചെയ്ത് റിപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരിലേക്ക് എത്തിക്കണം എന്നുള്ള രീതിയിലുള്ളൊരു വ്യഗ്രത. ആ ഒരു അപകടം നടന്നത് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. ക്ഷമിക്കണം, ഞാൻ പറഞ്ഞ ഒരു പക്ഷേ തെറ്റായിരിക്കാം, പക്ഷെ എന്നാലും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് തുറന്ന് പറയുകയാണ്. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കിയിട്ട് ജസ്റ്റ് കാര്യങ്ങൾ സംസാരിച്ച് പോവാം. പക്ഷേ ഈ ഒരു ന്യൂസ് കണ്ട സമയത്ത് പറയാതെ വയ്യ എന്ന് തോന്നിപ്പോയി. ഞാൻ ആ ഒരു ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്യാം. അതിനുശേഷം ആ ഒരു ഏട്ടൻ സംസാരിച്ച കാര്യം, ഒരു ചേട്ടൻ അവിടെ നിന്ന് സർവൈവ് ചെയ്തിട്ടുള്ളൊരു വ്യക്തി, പുള്ളിയുടെ പിന്നെ ബൈറ്റുണ്ട്. ഇതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനും നിങ്ങൾക്ക് കാണാനും നമുക്ക് കുറ്റപ്പെടുത്താനും കൂടി നിങ്ങളിലേക്ക് എത്തുന്നത്, ഞാൻ സംസാരിക്കാനുള്ള ഇടവരുത്തുന്നതും ഇവർ ബുദ്ധിമുട്ടിയിട്ട് തന്നെയാണ്. അതെല്ലാം അഗ്രി ചെയ്തുകൊണ്ട് തന്നെ സംസാരിക്കുന്നു. ചില സമയങ്ങളിൽ നമ്മൾ അത് പാലിക്കണം എന്ന് എൻ്റെ ഒരു എളിയായ റിക്വസ്റ്റാണ്. ഞാൻ ജസ്റ്റ് ആ ഒരു ക്ലിപ്പ് പ്ലേ ചെയ്യാം. ഇന്ന് ഞാൻ സോഷ്യൽ മീഡിയ നോക്കുന്ന സമയത്ത് കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. ഇന്ന് രാവിലെ തന്നെ ഞാനത് ആ കമൻറ്റ് ഒരുപാട് സ്ഥലത്ത് കണ്ടു. മാത്രമല്ല ഞാനത് അപ്പം എനിക്ക് തോന്നുകയും ചെയ്തു, ഇതുപോലുള്ള ഡേഞ്ചറസ്, ഹൈലി ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ ആൾക്കാർ പണിയെടുക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് പടക്കം അത് ഇഗ്നൈറ്റ് ചെയ്യുന്നത് ചൂട് കാരണമാണ്, തീ കാരണമാണ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചൂടത്ത് കിടന്നാൽ മാത്രമേ ഈ ഒരു തിരി ഉണങ്ങുള്ളൂ. അപ്പോൾ ആ ഒരു ചൂടത്ത് ഒരു കണ്ണടയുടെ ലെൻസ് പോലും, ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ഒരു കണ്ണടയുടെ ലെൻസ് പോലും, അല്ലെങ്കിൽ അവിടേക്ക് ചെല്ലുന്നൊരു മൊബൈൽ ഡിവൈസസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡിവൈസ് പോലും ഇതുപോലുള്ള ഒരു ഡിസാസ്റ്റർ സ്പാർക്ക് ചെയ്യാൻ മതി എന്നുള്ള കണ്ടീഷനിൽ ലാഘവത്തോടു കൂടി അവിടെ ആൾക്കാർ പോയി സംസാരിച്ച് അതിലൊക്കെ ഇടപഴകുന്ന സമയത്ത് കണ്ടിരുന്നു. ഞാൻ ആ സമയത്തുള്ള വീഡിയോസിനടിയിലൊക്കെ ഒരുപാട് ഇതുപോലെ കമൻറ്റുകളും കണ്ടിരുന്നു. ഇത്ര സേഫ്റ്റി ഇല്ലാതെ എങ്ങനെയാണ് ഇതുപോലെയുള്ള ആൾക്കാരെ ഇങ്ങനത്തെ കാര്യത്തേക്ക് കടത്തിവിടുന്നത്? ഇന്ന് തന്നെ ഇത് വേണമായിരുന്നോ, അല്ലെങ്കിൽ കൺട്രോൾഡായിട്ട് കടത്തിവിട്ടാൽ പോരെ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്ന കമൻസ് കണ്ടു. എനിക്കത് കണ്ട സമയത്ത് തോന്നിപ്പോയിട്ടോ. എന്തായാലും ഞാൻ ആ ഒരു ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്യാം. അതിനുശേഷം നമുക്ക് സംസാരിക്കാം. വീണ്ടും വെടിക്കെട്ട്. അപകടം തീർന്നിട്ടില്ല. കുഴിമിന്നലുകൾ ഇരുന്ന സ്ഥലത്താണ് ഈ കൂട്ടം. ഇയാളുടെ ബോഡി ലാംഗ്വേജ് അഞ്ജു രാജ് എന്നാണ് ഇയാളുടെ പേര്. ക്ഷമിക്കണം സുഹൃത്തെ, നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. പക്ഷേ ഇന്ന് നിങ്ങൾ ചെയ്തത് എനിക്ക് പേഴ്സണലി എന്തോ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പേരെ ഞാൻ കമൻറ്റ് ബോക്സിൽ കണ്ടു. ഐ തിങ്ക് മെജോറിറ്റി ആൾക്കാർ ഇന്നത്തെ നിങ്ങളുടെ ഈ റിപ്പോർട്ടിങ്ങിന് പൊട്ടലുകൾ ഉണ്ടായിരിക്കുന്നത്. അപകടം തീർന്നിട്ടില്ല, ഇനിയും പൊട്ടാൻ അവശേഷിച്ച് കിടക്കുന്നുണ്ട്. രക്ഷാപ്രവർത്തകർക്കുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയും അതുതന്നെയാണ്. കാരണം രക്ഷാപ്രവർത്തകർ അകത്തേക്ക് പോയവർ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി വരുന്ന അവസ്ഥ. 3-4 ഘട്ടങ്ങളിലായി ഇങ്ങനെ പൊട്ടലുകൾ ആവർത്തിക്കുകയാണ്. അത് പൂർണ്ണമായും കെട്ടടങ്ങിയില്ല, പൊട്ടിത്തീരാതെ മറ്റ് യാതൊരു തരത്തിലുള്ള നിവൃത്തിയുമില്ല. ഇതുപോലത്തെ റിപ്പോർട്ടിംഗ് ഞാൻ വേറെ ചാനലുകളിൽ കണ്ടില്ല. ഇത് ആൾക്കാരിലേക്ക് ഫസ്റ്റ് എത്തിക്കാനുള്ള, ആ ഒരു ഫസ്റ്റ് സ്പോട്ട് കരസ്ഥമാക്കാനുള്ള, അല്ലെങ്കിൽ ദി സോ കോൾഡ് എക്സ്ക്ലൂസീവ് ന്യൂസ് എത്തിക്കാനുള്ള ഒരു വ്യഗ്രത പോലെ ഫീൽ ചെയ്തു. അത് അവിടെ ഉള്ളത് കണ്ടോ, കണ്ടോ ഈ കിടക്കുന്നത് മുഴുവൻ പൊട്ടാളതാ. അതെ ഇറക്കി വയ്ക്കാനുള്ളതാണ്. ആ കിടക്കുന്ന പൊട്ടാനുള്ളതാണ്. ആ ദൃശ്യങ്ങളാണ് ഞാൻ തരുന്നത്. കാണുന്നുണ്ട്. ആ ദൃശ്യങ്ങളാണ് ഞാൻ തരുന്നത്. ഈ സ്റ്റുഡിയോയിലിരിക്കുന്ന ന്യൂസ് റീഡർ തന്നെ പറയുന്നുണ്ട് അവിടേക്ക് പോകരുത്, ആ അപകടത്തിനടുത്തേക്ക് പോകരുത് എന്നുള്ളത്. ആ കറുത്ത ഗോളം പോലെയുള്ള ആ കുഴിമിന്നലുണ്ടല്ലോ, ആ കുഴിമിന്നലാണ് ഇനിയും പൊട്ടാൻ കിടക്കുന്നത്. അതിന്റെ പ്രഹരശേഷി എത്രയെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതിന് തൊട്ടടുത്ത് തീയും കാണുന്നുണ്ട്. വല്ലാതെ ആശങ്കപ്പെടുത്തുന്നതാണ് ഈ വിവരങ്ങൾ. കാരണം ഇത്ര ആഘാതത്തിൽ ഒരു വലിയ ദുരന്തമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ഈ കാണുന്ന ദൃശ്യങ്ങളിലുള്ളതെല്ലാം പൊട്ടാൻ സാധ്യതയുള്ള വസ്തുക്കളാണ്. സുരക്ഷിതമായ അകലം പാലിക്കണം എന്നുള്ളത് ഒരിക്കൽ കൂടി അനുരാജിനോടും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാവരും സുരക്ഷിതരായി ഇരിക്കേണ്ട ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. ഇത് അവിടെ ഉണ്ടായിരുന്ന ഇത് അവിടെ ഉണ്ടായിരുന്ന ഒരു കെട്ടിടത്തിന്റെ ആ തെറിച്ചു വന്ന 100 മീറ്ററിലധികം അകലത്തിൽ തെറിച്ചു വന്ന ആ ഷെഡിന്റെ കല്ലുകളാണ് അതാ ഈ വലിയ ഹോളോ ബ്രിക്സ് ഇഷ്ടിക. അപ്പോൾ അത്രയധികം വലിയ അപകടമാണ് ഇനിയും അവിടെ പതിയിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മളുടെ ആ പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം പറയുകയും ചെയ്തിരിക്കുന്നത്. ഇനിയും സാധനം സുരക്ഷിതമായ അകലത്തിലേക്ക് മാറി നിൽക്കാം. അപകടം ഇനിയും ഒഴിഞ്ഞിട്ടില്ല. സ്വാഭാവികമായും അവിടെ ആൾക്കാർ അത്രയും ബുദ്ധിമുട്ടിയിട്ട് രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഈ വ്യക്തിയുടെ ഈ രീതിയിലുള്ള റിപ്പോർട്ടിങ്. ഇനി ഇതിൻ്റെ കമൻറ്റ് ബോക്സ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഞാൻ കേട്ടോ. മാധ്യമ ചെറ്റകൾക്ക് ആഘോഷം പറയുന്നതിൽ വായിക്കേണ്ടി വന്നതിൽ
ക്ഷമിക്കുക. അതായത് ഞാൻ പറഞ്ഞത് ഇത്രയും ബുദ്ധിമുട്ടി വിഷ്വൽസ് എടുത്തു വരുന്ന സമയത്ത് സാമാന്യ മര്യാദ പാലിക്കാത്തതിൻ്റെ കുഴപ്പമാണ്. ചെറ്റ പത്രക്കാര അവിടെയൊക്കെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ട ആംബുലൻസും ഫയർഫോഴ്സും എത്തിക്കലാണ് ആദ്യം ചെയ്യേണ്ടത്. നീ ഉല്ലസിച്ച് ആടുന്നത് കണ്ടാൽ വിചാരിക്കും സർക്കസിലെ കോമാളി പോലെ കളിക്കല്ലേ. ഏഷ്യാനെറ്റ് മാധ്യമ എന്താ പറയുക. പിന്നെ ദയവ് ചെയ്ത് ഇയാളെ ഈ ജോലിയിൽ നിന്ന് ഒഴിവാക്കുക. ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ മൈക്കും പിടിച്ച് മൂങ്ങിക്കരയുന്ന ഇയാളെ ഈ പണിക്ക് കൊള്ളത്തില്ല. കരയാതെ കിതയ്ക്കാതെയും റിപ്പോർട്ട് ചെയ്യുന്ന ഒരാളെ ഏൽപ്പിക്കൂ. വി ഹവ് സീൻ ലോട്ട് ഓഫ് പീപ്പിൾ ഇൻ നാഷണൽ മീഡിയ റിപ്പോർട്ടിംഗ് ഇതുപോലുള്ള സിറ്റുവേഷൻസ് റിപ്പോർട്ട് ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ പാലിക്കേണ്ട ചില മര്യാദകൾ, മെച്യൂരിറ്റി. ഒന്ന് നിൻ്റെ അണ്ണാക്കിലും പൊട്ടട്ടെ, അവൻ്റെ വായിൽ ഇത്തിരി തുണി കുത്തി കയറ്റാമോ? ഒരു നിശ്ചിത പെരിമീറ്റർ നിശ്ചയിച്ച് ഈ മാപ്രകളെ എല്ലാറ്റിനെയും അതിന് പുറത്തേക്ക് ഒതുക്കി നിർത്ത്. അടിയന്തര സാഹചര്യം കഴിഞ്ഞ ശേഷം ബൈറ്റ് കൊടുത്താൽ മതി. ഒരുമാതിരി നെഹ്റു ട്രോഫിയും മകരവിളക്കുമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെയാണ് അപകട സ്ഥലത്ത് നിന്നും അലറുന്നത്. മാപ്രയുടെ ഒരു അട്ടഹാസം നോക്കൂ. ഏത് രാജേശ്വരി എന്ന ലേഡി എഴുതിയിട്ട് ഏത് മൈ ഡാഷ് ഈ റിപ്പോർട്ടർ ഒരു ദുരന്തം എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് കേട്ടാൽ തോന്നും അവൻ്റെ അണ്ണാക്കിൽ പൊട്ടുക എന്ന്. എന്നാലും ഈ കരിവീരിന് ഒന്നും ഇനി വേണ്ടെന്ന് വെക്കണം. ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കുറേ പേര് പൊട്ടിത്തെറിച്ച് മരിക്കും. കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിലും തീ പിടിച്ചു. സത്യമാണത്. ഇതുപോലെയാണ് ഇതിൻ്റെ കമൻറ്റ് ബോക്സ് കംപ്ലീറ്റ് വരുന്നത് ഈ ഒരു ന്യൂസ് ക്ലിപ്പ് പ്ലേ ചെയ്തതിൻ്റെ. പിന്നെ വേറെയും പലതും കണ്ടു. മനഃപൂർവ്വം മാപ്രകൾ സൃഷ്ടിച്ചു ഇതുപോലത്തെ ഒരു അപകടം ന്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര്. എത്ര കമൻസ് അറിയും. ഒരിക്കലും അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അതൊന്നും ഒരിക്കലും അത്രയും കണ്ടു ചോരില്ലാത്ത ആൾക്കാരൊന്നും അല്ല നമ്മൾ കേട്ടോ, മനുഷ്യരല്ലേ. അങ്ങനെയും കമൻസ് കണ്ടു. എന്തായാലും ഇന്ന് രാവിലെ ഇവർ പകർത്തിയിട്ടുള്ള വിഷ്വൽസ് ഉണ്ട്. കാണുന്ന സമയത്ത് സങ്കടം. ആ ഒരു വീഡിയോയിൽ കാണുന്ന പലരും ഇന്നില്ല, അല്ലെങ്കിൽ പലരും ഇന്ന് അതീവ ഗുരുതരാവസ്ഥയിലാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടേക്ക് പോയിരുന്നു, മാതൃഭൂമി സംഘം പോയിരുന്നു. രക്ഷപ്പെട്ട വിൽസന്റെ പ്രതികരണമാണ് നേരത്തെയും സംസാരിച്ച അവിടെ ശേഷവും സംസാരിച്ചാണ്. ഓടി തളരേണ്ട ഓമന പൂമുഖം വാടിടേണ്ട, ഓമന പൂമുഖം വാടാതെ സൂക്ഷിച്ചാൽ ഓമന ചുണ്ട പറയില്ല. ഓടേണ്ട ഓടേണ്ട ഇല്ലില്ല, ഒക്കെ നമ്മൾ മലയാളികൾ തന്നെ. വേറെ ആദ്യ പാടിയിട്ടുള്ള വ്യക്തിയാണെന്നാണ് മനസ്സിലാവുന്നത്. കാരണം പുള്ളി രക്ഷപ്പെട്ടിട്ടുണ്ട്. പുള്ളി പറയുന്നുണ്ട് വളരെ കൃത്യമായിട്ട് ഒരു തീ സ്പാർക്ക് പോലെ കണ്ടു, സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്നൊക്കെ പറഞ്ഞ് കണ്ടു. ഞാൻ കമൻറ്റ് ബോക്സിൽ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഈ കണ്ണട ലെൻസിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ വരുന്ന സ്പാർക്കും അതുപോലും മതി. ഇതൊന്നും പറയാൻ നമ്മൾ ആരുമല്ല. വർഷങ്ങളോളം ഇവരൊക്കെ ഈ ഒരു ഫീൽഡിൽ അത്രയധികം കാലമായിട്ടുള്ള ആൾക്കാരാണ്. നമ്മളൊന്നും ഇവരൊന്നും പറഞ്ഞ് സ്റ്റുഡിയോയിൽ ഇരുന്നിട്ട് ഈ ചെയറിലിരുന്ന് ഉരുണ്ട് തിരിഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കേണ്ട ആരുമല്ല. പക്ഷെ എന്നാലും പോകുന്നത് മനുഷ്യ ജീവനുകളാണ്. ജസ്റ്റ് ഈ ഒരു ന്യൂസ് കഴിഞ്ഞാൽ ഞാനും നിങ്ങളും ചിലപ്പോൾ ഒരു പക്ഷേ മറക്കുമായിരിക്കാം. പക്ഷെ നമ്മളുടെയൊക്കെ ഒരു നേരത്തെ എത്ര 5 മിനിറ്റോ 10 മിനിറ്റ് 5 മിനിറ്റ് 15 മിനിറ്റ് നേരത്തെ സന്തോഷത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടി പറയുകയാണെന്നെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ റീൽസ് എടുത്തിട്ട് നമുക്കൊക്കെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കയറ്റി പിന്നെ സെലിബ്രേറ്റ് ചെയ്യാനും വൈറലാവാനും വേണ്ടിയിട്ട് ഒരുപാട് പേര് ഇതിൻ്റെ പുറകിലിങ്ങനെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞ സമയത്ത് ലേസർ ഫയർ വർക്ക്സ് ഉണ്ട് അല്ലേ. എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഉണ്ടായിട്ടല്ല. ഞാൻ ദുബായിലുണ്ടായ സമയത്തൊക്കെ അവിടെയൊക്കെ നല്ല രസം അങ്ങനെ കാണാനൊക്കെ. പക്ഷെ ഇതുപോലത്തെ സംഭവം. പക്ഷെ അവിടെ വെടിക്കെട്ട് നടക്കുന്ന സമയത്ത് പലരും പറയും ഇതൊക്കെ എന്ത്, ഞങ്ങളുടെ നാട്ടിൽ നെന്മാറ വേല, ഞങ്ങളുടെ നാട്ടിൽ കാവശ്ശേരി, തൃശ്ശൂർ പൂരം, ഇതൊക്കെയാണ് പറയൽ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ വേറെ കുറച്ച് വീഡിയോസ് ഉണ്ട്. ഞാൻ എക്സിൽ നോക്കുന്ന സമയത്ത് കണ്ടതാണ്. ചില ആൾക്കാർ എടുക്കുന്ന സമയത്ത് പറയുന്നത് ആംബുലൻസ് ഇല്ല, ആംബുലൻസ് അവിടുന്ന് വരണം, ഫയർ എഞ്ചിൻ വേറെ ഏതോ സ്ഥലത്ത് നിന്ന് വരണം, വടക്കഞ്ചേരിയിൽ നിന്ന് വരണം, അതിൻ്റെ അപ്പുറത്തുനിന്ന് വരണം, അല്ലെങ്കിൽ അവിടുന്ന് എത്താൻ വഴിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. സാധാരണ ഒരു തീപിടുത്തം പോലെയല്ല. എപ്പോഴത് പൊട്ടി തീർന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ ഈ രക്ഷാപ്രവർത്തനം നടക്കുന്ന ആൾക്കാർക്ക് പോലും അവരുടെയും സേഫ്റ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാണ്ട് നേരെ അങ്ങോട്ട് ചെല്ലാൻ കഴിയില്ല. പുറമെന്ന് അങ്ങനെയൊന്നുമില്ല. ഏറ്റവും വലിയ ഒരു വിഷമം എന്താ വെച്ചാൽ നമ്മൾ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു കെമിക്കലും മറ്റേ നിയമത്തിന് വിരുദ്ധമായിട്ടില്ല. അപ്പോൾ 99% ഈ തീ പോലുള്ള വേലി ചൂടായിട്ട് തിരി അല്ലെങ്കിൽ കടുമരുന്ന് തീ അത് ഓൾറെഡി വെയിറ്റിടുമല്ലോ. തൃശ്ശൂർ പൂരത്തിനുള്ള എല്ലാ സാമഗ്രികളും ആ സാധനങ്ങളാണ് എല്ലാം. സാമ്പിളിന് എല്ലാ സാധനങ്ങളും ഒതുങ്ങി യാതൊരു കുഴപ്പമില്ല. ഇനി നാളത്തെ കഴിഞ്ഞാൽ നാളെ വൈകുന്നേരം ആകുമ്പോൾ സാമ്പിളിൻ്റെ ലോഡ് ചെയ്യാം. ഒരു വെപ്പറോൾ അതിലേക്കുള്ള സാമഗ്രികളെല്ലാം ഇപ്പോൾ എല്ലാ കാര്യം ഒരു വെപ്പറോളല്ലാതെ വളരെ ഭംഗിയായിട്ട് ചെയ്ത് കഴിയും. അതെല്ലാം ഇപ്പോൾ വെടിക്കെട്ടിൽ പോയി എന്നല്ലേ, എല്ലാം പോയി. ഇത് എന്താവും കാരണം തോന്നുന്നത്? കാരണം 99% ഈ കളത്തിൽ തിരിയാണ് ഞാൻ നിൽക്കുന്നിടത്ത് കത്തിയത്. ഒന്നിങ്ങ് ചൂടിന് ലെൻസ് പോലെ
ഇതുമ്മ ചെന്ന് അടിച്ചിട്ടാവണം. കാരണം ഈ കടിമരുന്ന്, കാരണം ഇത് വെയിലത്ത് കിടന്ന് ഉണങ്ങണം. അതെന്തായാലും ഓൾറെഡി ചെയ്യണം. അപ്പം ഞാൻ നിൽക്കണോടത്ത് ഈ പെട്ടെന്നൊരു തീ പോലെ വന്ന് അടിച്ചതിൻ്റെ പേരാണ് ഞാൻ പറയുന്നത്. അത്ര മാത്രം. കാരണം എൻ്റെ ഈ കളത്തിൽ കിടക്കണോടത്ത് തിരി മാത്രമല്ല, തിരി കത്തിരി. അതിപ്പോൾ എത്ര ചൂടായാലും ഏത് വേനൽക്കാലത്തും തിരി വെയിലത്ത് കിടന്ന് ഉണങ്ങണം. പക്ഷെ ആദ്യം വന്നത് എൻ്റെ അടുത്ത്, ആ കളത്തിൽ എൻ്റെ അടുത്ത് തിരി കത്തി 2:40 ഉള്ളിൽ പെട്ടെന്നുള്ള ചൂടുകൊണ്ടായിരിക്കണം ഈ ഞാൻ നിൽക്കുന്നിടത്ത് തിരി കത്തിയിട്ടുണ്ടാവും. ചൂട് കാരണം ഞാൻ തിരി എടുത്തിടുക, ഇങ്ങനെ ഒരു ട്രിപ്പ് മറിച്ചിട്ട് കഴിഞ്ഞാൽ തിരി പെട്ടെന്ന് ഉണങ്ങും. അപ്പോഴാണ് പെട്ടെന്ന് ഒരു 5 മീറ്റർ അകലെ എന്നൊരടി ഇതെൻ്റെ നമ്മൾക്ക് ഞാൻ മറിയുമ്പോഴേക്കും ഞാൻ ഇട്ട തിരിയൊക്കെ കത്തി. പിന്നെ എനിക്ക് മനസ്സിലാക്കി ഞാൻ ഓടുമ്പോഴേക്കും ഈ ഇവിടെ നറുവ് ഷെഡ് പൊട്ടി. അപ്പോഴേക്കും ഇവിടെ പൊട്ടി ഈ നറുവ് ഷെഡ്. അങ്ങനെ 2 കണ്ടും മറിയുമ്പോഴേക്കും സ്റ്റോറും പൊട്ടി. പിന്നെ ഞാൻ നിന്നില്ല, ഞാൻ പറഞ്ഞില്ല. പിന്നെ ഞാൻ തിരിച്ച് പെണ്ണുങ്ങളുടെ അടുത്തേക്ക് തന്നെ എടുത്തു ഓടി. 2-3 ഷെഡ്, അത് 3 അപ്പുറത്ത് വേറെ ഉണ്ടോ? പിന്നെ ഒരു ഷെഡ് ആ പാടത്തിന്റെ അറ്റത്ത് ഉണ്ട്. അത് യെസ്, എന്താ ചെയ്യുക അല്ലേ? ചില ആൾക്കാരുടെ, നമ്മളടങ്ങുന്ന ചില ആൾക്കാരുടെ സന്തോഷത്തിന് വേണ്ടി മനുഷ്യൻ മനഃപൂർവ്വം വിളിച്ചു വരുത്തുന്ന ഇതുപോലത്തെ അപകടങ്ങൾ ഒഴിവാക്കാൻ ഇനിയെങ്കിലും നിയമനിർമ്മാണത്തിലൂടെ ആണെങ്കിലും കൂടി ഇനിയെങ്കിലും ഒരുപക്ഷെ ചിലപ്പോൾ നമ്മൾ കണ്ടു, നമ്മളെ വരും തലമുറയ്ക്ക് ഇതൊന്നും കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല എന്നിരിക്കാം. ഭാഗ്യം വേണ്ട. ഇതുപോലത്തെ ആൾക്കാർ, നിർഭാഗ്യവാന്മായിട്ടുള്ള ആൾക്കാർ ഈ ലോകത്തുനിന്ന് ഇതുപോലെ നരകിച്ച് ജീവിച്ച് അത്രയും ദാരുണമായിട്ടുള്ള അന്ത്യം അവർക്കുണ്ടാവുന്ന സമയത്ത് ഒരു 10-15 മിനിറ്റ് നേരെ ആകാശത്തേക്ക് നോക്കി നിന്ന് ആ ഒരു കളറ് കണ്ട് സന്തോഷിക്കാൻ അത് വേണ്ട എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഒരുപക്ഷെ ഒരുപാട് പേർക്ക് ഈ പൂരപ്രേമികൾക്കും വെടിക്കെട്ട് പ്രേമികളൊക്കെ ഉണ്ടായിരിക്കാം, അവർക്കൊക്കെ ഒരുപക്ഷെ എതിർപ്പുണ്ടായിരിക്കാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ. വളരെ അൺഫോർച്ചുനേറ്റ് ഇൻസിഡൻ്റ് ആണ്. ലാസ്റ്റ് ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കട്ടെ. നമ്മളെല്ലാ ഇതുപോലത്തെ ഇൻസിഡൻസിലും പറയുന്നത് പോലെ ഇതിൻ്റെ പുറകിൽ ഇനി വേറെ എന്തെങ്കിലും നമുക്ക് ഒരു അട്ടിമറി സാധ്യത ഡെഫിനറ്റ്ലി അവർ അന്വേഷിക്കും. അട്ടിമറി സാധ്യത ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. കാരണം ഇതിനെക്കുറിച്ച് സമഗ്രമായിട്ടുള്ളൊരു അന്വേഷണം നിർബന്ധമായിട്ടും വേണം. എന്താണ് ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ബൈ.